ഗൈസ്, അപ്പൊ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്, ഒരു സെഷനുമായിട്ടാണ് മിസ് എത്തിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ SSLC എക്സാമിന്റെ സോഷ്യൽ സയൻസിന് 8 മാർക്ക് പുട്ടുപോലെ നേടാം, ഏറ്റവും എളുപ്പം നമുക്ക് എങ്ങനെയാണ് 8 മാർക്ക് നേടാൻ പറ്റുന്നതെന്ന് പറയാനായിരുന്നു ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. അപ്പൊ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തറിയോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള കുറെ മാച്ച് ദ ഫോളോയിങ്സും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ഒക്കെ ഇല്ലേ, ആ സംഭവമൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു മാച്ച് ദ ഫോളോയിങ്ങിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. നമ്മുടെ കോളം എ ഉണ്ട്, കോളം ബി ഉണ്ട്. നമ്മൾ എന്താ നോക്കേണ്ടത്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനമാണ് കൊണ്ടുവന്നത്? സമത്വ സമാജമല്ലേ കൊണ്ടുവന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, സമത്വ സമാജം എന്ന് പറയുന്നത് ആരാ കൊണ്ടുവന്നത്? നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് അവിടെ 1 മാർക്ക് കിട്ടി. ഇനി രണ്ടാമത്തത് അയ്യങ്കാളി. അയ്യങ്കാളി കൊണ്ടുവന്നതാണ് എന്ത്? സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് അയ്യങ്കാളി കൊണ്ടുവന്നതാണ്. എന്താണ്? സാധുജന പരിപാലന സംഘം കൊണ്ടുവന്നത് ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ. അതുപോലെ പണ്ഡിറ്റ് KP കറുപ്പനാണ് എന്ത് കൊണ്ടുവന്നത്? അരയ സമാജം കൊണ്ടുവന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു കോളം ഉണ്ട് അല്ലേ, ആ കോളത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത് നമുക്കറിയാം അല്ലേ. ഇനി അടുത്ത സ്ലൈഡിൽ മിസ് ആ കോളം കാണിച്ചിട്ട് അതിൽ ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പണ്ഡിറ്റ് KP കറുപ്പൻ ആരാണോ എന്തായിരുന്നു കൊണ്ടുവന്നത്? പണ്ഡിറ്റ് KP കറുപ്പൻ എന്തായിരുന്നു കൊണ്ടുവന്നത്? അരയ സമാജമാണ് പണ്ഡിറ്റ് KP കറുപ്പൻ കൊണ്ടുവന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയോ കൊണ്ടുവന്നത് നമ്മുടെ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി കൊണ്ടുവന്നത്. അപ്പൊ ഇത് ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് സെറ്റായി? നമുക്ക് നമ്മുടെ 4 മാർക്സ് സെറ്റായി. അപ്പൊ എല്ലാ എക്സാമിനും ചോദിച്ചു വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ സെക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ സാധാരണ നമ്മുടെ ടെക്സ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഒന്ന് നമ്മുടെ വൈകുണ്ഠസ്വാമികൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചട്ടമ്പി സ്വാമികൾ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. അയ്യങ്കാളിയുടെ കാര്യം നോക്കി വെക്കണം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പിന്നെ ആരാ? പിന്നെ നമ്മുടെ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കൊണ്ടുവന്നു എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ശ്രീ കുമാര ഗുരുദേവൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പണ്ഡിറ്റ് KP കറുപ്പൻ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടു അല്ലേ, പണ്ഡിറ്റ് KP കറുപ്പൻ കൊണ്ടുവന്നതാണ് എന്തെന്ന് പറയുന്നത്? അരയ സമാജം എന്ന് പറയുന്നത്. മന്നത്ത് പത്മനാഭൻ നമുക്ക് ഒട്ടുമിക്കവർക്കും അറിയാം, നായർ സർവീസ് സൊസൈറ്റിയാണ്, നമ്മുടെ NSS ആണ് മന്നത്ത് പത്മനാഭൻ കൊണ്ടുവന്നത്. അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഈ കോളം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോയാൽ തന്നെ എന്താണ്, നമുക്ക് 4 മാർക്ക് ഏറ്റവും എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. മാച്ച് ദ ഫോളോയിങ്ങിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരാണ്? നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ് എന്ത്? 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന നോവൽ രചിച്ചിരിക്കുന്നത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന നോവൽ രചിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം കൊണ്ടുവന്നത് ആരാണ്? അപ്പൊ ഈ 4 പേരിൽ ആരാണ്? ഡോക്ടർ പൽപ്പുവാണോ? അല്ല, നമ്മുടെ C കേശവനാണ് എന്ത് ചെയ്തത്? നിവർത്തന പ്രക്ഷോഭം കൊണ്ടുവന്നത്. നിവർത്തന പ്രക്ഷോഭം എവിടെയാണ്? C കേശവനാണ് കൊണ്ടുവന്നത്. C കേശവന്റെ കൂടെ വേറെ 2 ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലെ. ആരൊക്കെയായിരുന്നു? NV ജോസഫും PK കുൻഹും. അപ്പൊ ഈ 2 പേരിൽ ഏത് പേരാണോ അവിടെ വരുന്നതെന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ആൻസർ ചെയ്യാൻ. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് C കേശവനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ C കേശവൻ. നിവർത്തന പ്രക്ഷോഭം എന്തിനായിരുന്നു? നമ്മുടെ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഹിന്ദുസിനും എല്ലാവർക്കും ഗവൺമെന്റ് ജോലി വേണം എന്ന് പറഞ്ഞ് നമ്മുടെ തിരുവിതാംകൂറിൽ നടന്നൊരു പ്രക്ഷോഭമായിരുന്നു അല്ലെ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മലയാളി മെമ്മോറിയലോ, ബാരിസ്റ്റർ GP പിള്ളയാണ് നമ്മുടെ മലയാളി മെമ്മോറിയൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, മലയാളി മെമ്മോറിയൽ വന്നിരിക്കുന്ന ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. അങ്ങനെയാണെങ്കിൽ ഈഴവ മെമ്മോറിയൽ ഇനി ഇപ്പോൾ ഒരാളും കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ ഇത് 3 അറിയാമെങ്കിൽ തന്നെ എന്താണ്, നമുക്ക് എന്താണ് സ്കിപ്പ് ചെയ്ത് നമുക്ക് ലാസ്റ്റത്തെ ആ മാർക്കും കൂടെ കിട്ടാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈഴവ മെമ്മോറിയൽ കൊണ്ടുവന്നിരിക്കുന്നതോ ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിസ് ജസ്റ്റ് ഇവിടെ ABCD. ഓക്കെ, എന്റെ ആൻസർ ദാ ഇവിടെ ഉണ്ട്, ബിന്റെ ആൻസർ ദാ ഇവിടെ ഉണ്ട്, C and D.
ഓക്കെ, ഒരു മാച്ച് ദ ഫോളോയിങ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? നമ്മുടെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഡോക്ടർ രവീന്ദ്രനാഥ് ടാഗോർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ മേധാവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ബംഗാളിൽ കൊണ്ടുവന്നത്. ഇനി അടുത്ത ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്നതോ നമ്മുടെ MA അൻസാരിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കേരള കലാമണ്ഡലം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, തൃശ്ശൂരിൽ നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വർദ്ധ എഡ്യൂക്കേഷൻ പ്ലാൻ കൊണ്ടുവന്നത് ആരാണ്? വർദ്ധ എഡ്യൂക്കേഷൻ പ്ലാൻ കൊണ്ടുവന്നത് നമ്മുടെ മഹാത്മാഗാന്ധിജി ആണെന്ന് നമുക്ക് എന്താണ് അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പം. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ജസ്റ്റ് ഇത്രയും നമ്മൾ ചെയ്താൽ തന്നെ എന്താണ് നമുക്ക് 4 മാർക്കാണ് അവിടെ കിട്ടുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും മാച്ച് ദ ഫോളോയിങ് അറ്റൻഡ് ചെയ്തിട്ട് വരണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 1, 2, 3 അറിയാമെങ്കിൽ എന്താണ്, ബാക്കിയുള്ളത് ഗസ് വർക്ക് ചെയ്തിട്ടെങ്കിൽ എന്താണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? മാച്ച് ദ ഫോളോയിങ് അടിപൊളിയായിട്ട് നോക്കിയിട്ട് പോകണം. ആ നേരത്തെ ടേബിളും പിന്നെ ഓരോ ഓർഗനൈസേഷൻസ് ആരാണ് കൊണ്ടുവന്നതെന്ന് നോക്കിയാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഗ്രിഡ് റെഫറൻസസ് അല്ലേ. ഗ്രിഡ് റെഫറൻസസ് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്? ഒന്ന് ഈസ്റ്റിങ്സ് യൂസ് ചെയ്തിട്ടാണ്. ഈസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ പോകുന്ന ലൈൻസ് ആണ് അല്ലേ ഈസ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോർത്തിങ്ങോ? ഇങ്ങനെ വരുന്ന ലൈൻസ് ആണ് നോർത്തിങ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് എന്താണ് സാധാരണ രീതിയിൽ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആണ് അല്ലേ, ഈസ്റ്റിംഗ് ഏതാണ് നോർത്തിങ് ഏതാണെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അപ്പോൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മളിങ്ങനെ തിരിച്ചെഴുതുമ്പോൾ ഈ ലൈൻസ് ഇങ്ങനെ വരുന്നുണ്ടോ, താഴേക്ക് വരുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ടിപ്പ് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഈസ്റ്റിങ്ങും നോർത്തിങ്ങും ശ്രദ്ധിച്ച് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കിയേ, ഐഡന്റിഫൈ ദ കൾച്ചറൽ ഫീച്ചേഴ്സ് ഷോൺ ഇൻ ദ ഗിവൺ ഗ്രിഡ്സ്. ഓക്കെ, നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന കൾച്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്തറിയണം? എന്താണ് കൾച്ചറൽ ഫീച്ചേഴ്സ്? കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് അല്ലേ നമ്മൾ കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? നമ്മുടെ ഫോർട്ടുണ്ട്, വെല്ലുണ്ട്, ട്യൂബ് വെല്ലുണ്ട്, ടെമ്പിൾ, നമ്മുടെ സെറ്റിൽമെന്റ്, ഗ്രേവ്, ഇതെല്ലാം എന്താണ് കൾച്ചറൽ ഫീച്ചേഴ്സ് ആണ് അല്ലേ. ഇത് ഓരോന്നും ഇതൊക്കെ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു സൈൻ കണ്ട അത് ഇപ്പോൾ ഇത് ഗ്രേവിന്റെ സൈനാണ്, ഇതെന്ന് പറയുന്നത് ഫോർട്ടിന്റെ സൈനാണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ സൈൻസ് ആദ്യം പഠിച്ചിരിക്കണം അല്ലേ. അപ്പം നമ്മുടെ ടോപ്പോഗ്രഫിക് മാപ്പിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സയൻസ് ആണിത്. അപ്പോൾ എല്ലാവരും ആ സയൻസും അതിലേപോലെ തന്നെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, കോണ്ടൂർ ലൈൻസിന്റെ കളർ എന്താണെന്നുള്ളത്. അപ്പോൾ ബ്രൗൺ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അതൊരു 1 മാർക്കിന് ചോദിക്കുന്നതാണ്, ഞാൻ ജസ്റ്റ് അതങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൾച്ചറൽ ഫീച്ചേഴ്സ് ഇവിടെ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന് മാർക്കായല്ലേ. എന്തൊക്കെയാണ്? സെറ്റിൽമെന്റ് ഉണ്ട്, ഫോർട്ട്, വെല്ല്, ട്യൂബെല്, ടെമ്പിള്, ഗ്രേവ്, ഇതെല്ലാം കൾച്ചറൽ ഫീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത് നമ്മളവിടെ എഴുതി വെക്കുക. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലൊക്കേറ്റ് ദ സെറ്റിൽമെന്റ്സ് ആൻഡ് ഫോർട്ട് യൂസിങ് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇവിടെ സാധാരണ ചോദിക്കുന്നത് 4 ഫിഗർ ആണല്ലേ. വളരെ റെയർ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ചോദിക്കാറുള്ളൂ. എന്നാലും മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽമെന്റിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതാദ്യം നമുക്കൊന്ന് റൈസ് ചെയ്തിട്ട് ഓക്കെ, ഇതിലാദ്യം നമ്മളപ്പോൾ എന്ത് ചെയ്യണം? സെറ്റിൽമെന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഇതിലിപ്പോൾ ഏതാ സെറ്റിൽമെന്റ്? ഈ ഒരു സംഭവമാണല്ലേ നമ്മുടെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെറ്റിൽമെന്റ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? സെറ്റിൽമെന്റിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എഴുതണം. 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഈസ്റ്റിങ്സ് ആണോ നോർത്തിങ്സ് ആണോ? ഏതാ എടുക്കേണ്ടേ? ഈസ്റ്റിങ്സ് ആണ് എടുക്കേണ്ടത്. ABCD കഴിഞ്ഞിട്ടല്ലേ N വരുന്നുള്ളൂ, നോർത്തിങ്ങിന്റെ N വരുന്നുള്ളൂ. അപ്പോൾ ഈസ്റ്റിംഗ് ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ആണ് ആദ്യം വരുന്നത്, അതുകൊണ്ട് തന്നെ ഈസ്റ്റിംഗ് ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് കേട്ടോ. ഈസ്റ്റിംഗ് എടുക്കുമ്പോൾ നോക്കിയേ, ഈസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അല്ലേ, ഇതാ ഇങ്ങനെ വരുന്ന ലൈൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഈസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റിങ്ങിന്റെ വാല്യൂസ് ഇവിടെ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. ഈസ്റ്റിങ്ങിന്റെ വാല്യൂ ഏതൊക്കെയാ? ഓക്കെ, അപ്പോൾ ഇവിടെ ഈസ്റ്റിങ്ങിന്റെ വാല്യൂ ഏതൊക്കെയാ? 85 ഉണ്ട്,
86 ഉണ്ട് അല്ലേ. 85ലും 86ലും നമ്മൾ ഏത് വാല്യൂ ആണ് എടുക്കേണ്ടത്? ഏറ്റവും ചെറിയ വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എന്താണ് ഫസ്റ്റ് നമ്മുടെ സെറ്റിൽമെന്റിന്റെ ആൻസർ എങ്ങനെ വരും? ഈസ്റ്റിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് 85 ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോർത്തിങ് നോക്കുകയാണ്. നോർത്തിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇതാ ഇങ്ങനെ പോകുന്ന ലൈൻസ് ആണ് എന്തെന്ന് പറയുന്നത്? നോർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്തിങ്ങിന്റെ വാല്യൂസ് ഇവിടെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? 34ഉം 35ഉം ആണ് നോർത്തിങ്ങിന്റെ വാല്യൂ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറിയ വാല്യൂ ആണ് നമ്മൾ അവിടെ എടുക്കേണ്ടത് അല്ലേ. രണ്ട് വാല്യൂ കിട്ടുമ്പോൾ അവിടുത്തെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 34ലും 35ലും ഏറ്റവും ചെറുത് ഏതാ? 34 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ നമ്മുടെ സെറ്റിൽമെന്റിന്റെ ആൻസർ എന്തായിട്ട് വരും? 85-34 ആണ് നമ്മുടെ സെറ്റിൽമെന്റിന് ആൻസർ ആയിട്ട് വരിക അല്ലേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഈസ്റ്റിങ്ങും നോർത്തിങ്ങും എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് കോമയോ കുത്തോ ഗ്യാപ്പോ അങ്ങനെ ഒന്നും ഇടണ്ട. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി പോയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചിരിക്കുന്ന ഏതാണ്? ഫോർട്ടിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, അപ്പോൾ നമ്മൾ ഇവിടെ ഫോർട്ടിന് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നമ്മുടെ ഫോർട്ട് കിടക്കണം. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ ഫസ്റ്റ് ആരുടെ വാല്യൂ നോക്കും? ഈസ്റ്റിങ് നോക്കൂ, നോർത്തിങ് നോക്കൂ. ഇ ആണോ ഫസ്റ്റ് വരുന്നത്, എൻ ആണോ ഫസ്റ്റ് വരുന്നത്? ഇ ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ എടുക്കും? ഈസ്റ്റിങ്ങിന്റെ വാല്യൂ എടുക്കും. ഈസ്റ്റിങ്ങിന്റെ വാല്യൂ 81ഉം 82ഉം ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏതെടുക്കും? 81 എടുക്കും. അപ്പോൾ ഫോർട്ടിൻ്റെത് എന്താണ്? ഇതൊന്ന് മായ്ച്ചോട്ടെ. ഓക്കെ, ഫോർട്ടിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ 81ഉം 82ലും ഏറ്റവും ചെറുത് ഏതാണ്? 81 ആണ് ഏറ്റവും ചെറുത് വരുന്നത്. ഇനി അടുത്ത നമ്മൾ ഏതിൻ്റെ വാല്യൂ ആണ് എടുക്കുന്നത്? നോർത്തിങ്ങിൻ്റെ വാല്യൂ ആണല്ലേ എടുക്കുന്നത്. അത് 34ഉം 35ഉം ആണ് വരുന്നത്. അത് നമ്മൾ ഏറ്റവും ചെറുത് ഏതെടുക്കും? 34 എടുക്കും. അപ്പോൾ ഫോർട്ടിൻ്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത് ഏതാണ്? 81, 34 എന്ന് പറയുന്നതാണ് ഫോർട്ടിൻ്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ്. നമ്മുടെ സെറ്റിൽമെന്റിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത് ഏതാണ്? 85, 34. ഇനി മിസ് വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മുടെ വെല്ലിന്റെ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വെല്ല് ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എവിടെയാ വെല്ല്? എനിക്കൊന്ന് കാണിച്ചു തരുമോ? അതന്നെ, നമ്മുടെ വെല്ലിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. വെല്ലിനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആദ്യം അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് രണ്ടും നോട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ വെല്ലിനെ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു. വെല്ലിനെ നോട്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഏത് എഴുതും? നമ്മുടെ ഈസ്റ്റിങ്ങും നോർത്തിങ്ങിലും ഇ ആണ് ഫസ്റ്റ് വരുന്നത്. ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂ ചെയ്തു. ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂ നോക്കിയേ, 83, 84 ആണ് വരുന്നത്. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ആണ് എടുക്കേണ്ടത്, അതായത് 83. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ 9 ഡിവിഷൻസ് ആക്കും അല്ലേ. നമ്മുടെ സ്കെയിലിലെ മില്ലിമീറ്റേഴ്സ് പോലെ എന്താണ് 9 ഡിവിഷൻസ് ആക്കി ആ വെല്ലിന് നേരെ വരുന്ന ഡിവിഷൻ ഏതാണോ അത് അതിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ എടുക്കും അല്ലേ. അടുത്ത ടേം ആയിട്ട് നമ്മൾ എടുക്കും അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, ഏകദേശം നമ്മൾ 9. നിങ്ങൾ എക്സാം ഹാളിൽ നിൽക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങളുടെ സ്കെയിൽ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ഈ 9 ലൈൻസ് മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ആ വാല്യൂ വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മിസ് ഇപ്പോൾ റഫായിട്ട് പറഞ്ഞു തരാണ്. ഞങ്ങൾക്ക് സ്കെയിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ പക്ഷേ സ്കൂളിൽ എന്ത് ചെയ്യണം? സ്കെയിൽ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ അതെ ഇവിടെ നോക്കി ഏകദേശം ഒരു 7 അടുപ്പിച്ച് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത വാല്യൂ എഴുതാം. ഇനി നമ്മൾ ഏത് നോക്കണം? നോർത്തിങ്ങിൻ്റെ വാല്യൂ നോക്കണം. നോർത്തിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 35, 36 ആണ്. അതിൽ 35 എഴുതിയിട്ട് അതിനുശേഷം നമ്മൾ ഏത് നോക്കണം? ഇവിടെ നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്യണം. വീണ്ടും 9 ഡിവിഷൻസ്, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ഒരു 2ൻ്റെ നേരെയാണെന്ന് പറയാം. അപ്പോൾ 837,352 എന്ന് പറയുന്നതാണ് എന്ത്? ഇതിൻ്റെ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് വളരെ റെയർ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അഥവാ ചോദിച്ചാലും നിങ്ങളത് ആൻസർ ചെയ്യാൻ റെഡി ആയിരിക്കണം. 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്തായാലും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും കൾച്ചറൽ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും ചോദിക്കുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഈ ഒരു പോർഷൻ ഇത് ഭയങ്കര എളുപ്പമുള്ള ഒരു പോർഷനാണ്. നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തെറ്റിക്കാതെ എഴുതിയ സുഖമായിട്ട് 4 മാർക്ക് കിട്ടുന്ന ഒരു പോർഷനാണ്. അപ്പോൾ
ആരും ഈ പോർഷൻ സ്കിപ്പ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പോയി സമാധാനമായിട്ട് നല്ല കാം ആൻഡ് കൂളായിട്ട് പഠിച്ച് എല്ലാം നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതി A+ നേടി വരിക. ടാറ്റാ.